പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. നമുക്ക് ഇന്ന് 3-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന പാഠഭാഗം പരിശോധിക്കാം. എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എങ്ങനെയെല്ലാമാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത്? ചന്തം എന്നാൽ എന്താണ്? ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗി, മനോഹരം എന്നെല്ലാമാണ് ആ വാക്കിനർത്ഥം. ഭൂമിയെ ഭംഗിയുള്ളതാക്കുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? നക്ഷത്രങ്ങൾ, നിലാവ്, മഴവില്ല്, ഉദയസൂര്യൻ, അസ്തമയ സൂര്യൻ, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, അരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ, തിരമാലകൾ, കിളികളുടെ പാട്ട്, കുന്നുകൾ, മിന്നാമിന്നുങ്ങുകൾ, ഇനി ഇത്രയേറെ കാഴ്ചകളാണ് പ്രകൃതിയിലുള്ളത്. ഇതെല്ലാമാണ് പ്രകൃതിയെ ചന്തമുള്ളതാക്കി മാറ്റുന്നത്. നമുക്കൊരു കവിതാ ശകലം തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മുല്ല പൂത്തപ്പോൾ എന്ന ഒരു കുട്ടി കവിതയിലെ 4 വരികളാണ് തന്നിട്ടുള്ളത്. മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലുമുളച്ചു, പല്ലുമുളച്ചു, പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു, കണ്ണുമിഴിച്ചു. അപ്പം മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞിപ്പല്ല്, മുല്ലയുടെ പൂമൊട്ടുകളെ കുറിച്ചാണ് പല്ലായിട്ട് പറയുന്നത്. ആ പല്ല് മുളച്ചു, ഈ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു. കണ്ണുമിഴിച്ചു എന്നിടത്ത് ഈ പൂമൊട്ടുകളെല്ലാം തന്നെ വിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം മുല്ലപ്പൂമൊട്ടുകളെ പല്ലുകളായിട്ട്, കുഞ്ഞി പല്ലുകളായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. ഈ കവിത വായിക്കുമ്പോൾ ഒരു മുല്ല ചെടി പൂവിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒരു മുല്ലച്ചെടി, ആ വേലിയിലെല്ലാം പടർന്നു കിടക്കുന്ന ഒരു മുല്ലപ്പൂ ചെടി, അത് എന്ത് ചെയ്യുന്നു, വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം. അടുത്തതായിട്ട് ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കൂ, ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നിലാവും നക്ഷത്രവും. നമ്മൾ ആദ്യം കാണുന്നത് ആകാശത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നിലാവും നക്ഷത്രങ്ങളും. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന വീട്, മുറ്റമാകെ നിലാവട്ടം, മുല്ല വിരിഞ്ഞതുപോലെ ആകാശം നിറയെ നക്ഷത്രങ്ങൾ, മിന്നാമിന്നുകൾ ഇത്തിരി വെട്ടത്തിൽ പാറി നടക്കുന്നു. വീടിന് ചുറ്റുമുള്ള വേലിയിൽ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. മുല്ലയിൽ പാറി നടക്കുന്ന തുമ്പികൾ, ഈ കാഴ്ചകളെല്ലാം കാണുന്ന കുട്ടി. ഇനിയൊരു കഥ പഠിച്ചാലോ നമുക്ക്? പലതരം ചെടികളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും വയലും പാടവും കടലും മഞ്ഞും കാറ്റും എല്ലാം നിറഞ്ഞ ഒന്നാണ് നമ്മുടെ ഭൂമി, അല്ലേ? ഇതെല്ലാമാണ് നമ്മുടെ ഭൂമിയെ ചന്തമുള്ളതാക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം പുഞ്ചിരിക്കുന്ന പൂവുകൾ, വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ, പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി, അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകളാണ് ഭൂമിയിലുള്ളത്. ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത്? ഈ കഥയൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. മരുന്ന്. മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞി പൂമ്പാറ്റ ഉണർന്നു. അപ്പം കുഞ്ഞി പൂമ്പാറ്റ എവിടെയാണ് താമസിക്കുന്നത്? മഞ്ഞ അരളിക്കൊമ്പിലാണ് കുഞ്ഞി പൂമ്പാറ്റ താമസിക്കുന്നത്. എണീറ്റാൽ ഉടനെ ബെഡ് കോഫി, അതാണ് അവളുടെ ശീലം. എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് കോഫി കഴിക്കണം. ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം, സദാ സെന്റ് പൂച്ചു നിൽക്കുന്ന വമ്പത്തി ചെമ്പകം, ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പി ഒരുക്കി കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം? കുഞ്ഞി പൂമ്പാറ്റ ആലോചിച്ചു. അപ്പം ഇവിടെ ബെഡ് കോഫി എന്ന് പറയുന്നത് തേനാണ്. അപ്പം ഈ പൂമ്പാറ്റ തേൻ നുകരാൻ വേണ്ടി പോകും. അപ്പം ആരുടെയൊക്കെ തേൻ കുടിക്കാനാണ് പോകുന്നത്? ഊഞ്ഞാലാട്ടക്കാരി ആരാണ്? കിങ്ങിണി മന്ദാരമാണ് ഊഞ്ഞാലാട്ടക്കാരി. സദാ സെന്റ് പൂച്ചു നിൽക്കുന്നത് ആരാണ്? ചെമ്പകമാണ്. എങ്ങനെയുള്ള ചെമ്പകം? പൊങ്ങച്ചക്കാരിയായിട്ടുള്ള വമ്പത്തിയായിട്ടുള്ള ചെമ്പകം. പിന്നെ തെച്ചിയോ? ചുണ്ടു ചുവപ്പിച്ച തെച്ചി. അങ്ങനെ നിരവധി പേര് കാപ്പി ഒരുക്കി തേനൊരുക്കി നിൽക്കുന്നുണ്ടാകും. ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം എന്നാണ് കുഞ്ഞി പൂമ്പാറ്റ ആലോചിക്കുന്നത്. ഹായ്, കിട്ടിപ്പോയി, നറുക്കിട്ടെടുക്കാം. ഇന്ന് ആരുടെ തേൻ കുടിക്കാൻ, ബെഡ് കോഫി കുടിക്കാം എന്നത് നറുക്കിട്ടെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി. അപ്പം എവിടെയാണ് പേരെഴുതിയത്? ശംഖുപുഷ്പത്തിൻ്റെ തളിരിലയിലാണ് ഈ കുഞ്ഞിപ്പൂമ്പാറ്റ പേരെഴുതിയത്. ഡെപ്പിയിലിട്ട് കുലുക്കി.
കരിയില ചിക്കുന്ന പൂത്താങ്കിരി നറുക്കിട്ടെടുത്തു. അപ്പം ആരാണ് നറുക്കെടുത്തത്? പൂത്താങ്കിരി എന്ന് പറയുന്ന കിളിയാണ് നറുക്കെടുത്തത്. എന്താണ് ആ പൂത്താങ്കിരിയുടെ പ്രത്യേകത? കരിയില ചിക്കുന്ന ഒരു പക്ഷിയാണ് ഈ പൂത്താങ്കിരി. കുഞ്ഞി പൂമ്പാറ്റ എത്തി നോക്കിയിട്ട് ചോദിച്ചു, ആരാ? സുന്ദരിമുല്ല. പൂത്താങ്കിരി പറഞ്ഞു സുന്ദരിമുല്ലയാണെന്ന്. അത് വേണോ? അവൾ അല്പം അഹങ്കാരിയാണ്. ഈ സുന്ദരിമുല്ലയുടെ തേൻ കുടിക്കാൻ പോണോ? അവള് അല്പം അഹങ്കാരിയല്ലേ? കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് സംശയമായി. അല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, ഇന്ന് അവിടെ നിന്ന് തന്നെ ബെഡ് കോഫി കഴിക്കാം. ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം. കുഞ്ഞി പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി. അങ്ങനെ പറന്ന് ഈ പൂമ്പാറ്റ എവിടെ എത്തുന്നു? സുന്ദരിമുല്ലയുടെ അടുത്തെത്തി. വെളുവെളുത്ത സുന്ദരിമുല്ല ചുകന്നിരിക്കുന്നു. നല്ല സുന്ദരിയായ വെളുത്ത ഒരു മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു പൂച്ചെടിയാണ് ഈ സുന്ദരിമുല്ല. പക്ഷേ അവൾ ഇന്ന് എന്ത് ചെയ്തു? ചുകന്നിരിക്കുന്നു. അയ്യോ, ഇതെന്തു പറ്റി? ഒന്നും പറയേണ്ട, ഒരു ചെങ്കണ്ണ്. സുന്ദരിമുല്ല വേദന കൊണ്ട് പുളഞ്ഞു. ഈ കുഞ്ഞിപ്പൂമ്പാറ്റയോട് പറയാണ്, എനിക്ക് ചെങ്കണ്ണാണ്, വളരെ വേദനയുണ്ട്, എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. ഒന്നും പറയേണ്ട, ഒരു ചെങ്കണ്ണ്. സുന്ദരിമുല്ല വേദന കൊണ്ട് പുളയുകയാണ്. ഞാൻ ഇപ്പോൾ വരാം. കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടി. ഇവർക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഈ കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടുന്നു. എന്തു പറ്റി? പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി. ഈ കുഞ്ഞിപ്പൂമ്പാറ്റ ഓടുന്നത് കണ്ടപ്പോൾ നമ്മുടെ തേൻവണ്ടും ഈച്ച ഭാഗവതരും കുറുമ്പി തേനീച്ചയും അവളുടെ കൂടെ ഓടിച്ചെല്ലുന്നു. ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. 4 തെങ്ങിൻ പൂവ്, 6 നന്ദ്യാർവട്ടത്തിൻ്റെ മൊട്ട്, കരിനൊച്ചി ഇല 1. വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം. വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു. കുറുമ്പി തേനീച്ച നന്ദ്യാർവട്ടത്തിൻ്റെ മൊട്ട് കൊണ്ടുവന്നു കൊടുത്തു. കരിനൊച്ചി ഇല കൊണ്ടുവന്നത് ഈച്ച ഭാഗവതരാണ്. വൈദ്യർ അങ്ങനെ മരുന്നുണ്ടാക്കി. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അവിടെ എന്ത് ചെയ്യുന്നു? മരുന്നുണ്ടാക്കുന്നു. സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും. അവിടെയുള്ള എല്ലാ പൂക്കളും ഈ സുന്ദരിമുല്ലയുടെ ചെങ്കണ്ണ് കാണാൻ വേണ്ടി എത്തി. ചെങ്കണ്ണ് കാണാൻ വേണ്ടി മാത്രമല്ല, അവളെ സഹായിക്കാൻ വേണ്ടി എത്തിയതാണ് എല്ലാവരും. സുന്ദരിമുല്ലയെ സഹായിക്കാൻ വേണ്ടി ആരെല്ലാമാണ് എത്തിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ കുറുമ്പി തേനീച്ചയുണ്ട്, പിന്നെ ആരുണ്ട്? വണ്ടുണ്ട്, കുഞ്ഞിപ്പൂമ്പാറ്റയുണ്ട്, ചെമ്പകമുണ്ട്, പിച്ചകമുണ്ട്, തൊടിയിലെ മറ്റ് പൂക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് മാറൂ. ചെമ്പരത്തി ശബ്ദമുയർത്തി. ചെമ്പരത്തി ആരാണ് ഇവിടുത്തെ? ചെമ്പരത്തി വൈദ്യരാണ്. സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റു വീണു. സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചരിഞ്ഞും നോക്കി. ചപ്പിലച്ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. ഇനി എല്ലാവരും പോയിക്കൊള്ളൂ, നാളെയൊക്കെ എല്ലാം ഭേദമാവും, വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു. നേരം സന്ധ്യയായി. സുന്ദരി കണ്ണുമിഴിച്ചു. വല്ലാത്ത നീറ്റൽ. അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരിമുല്ലയുടെ കണ്ണിലിട്ടിച്ചു. അപ്പം വല്ലാത്ത നീറ്റലുണ്ടായി. നേരം സന്ധ്യയായപ്പോൾ അല്ലേ, അമ്പിളിമാമൻ എന്ത് ചെയ്തു? അല്പം നിലാവെടുത്ത് സുന്ദരിമുല്ലയുടെ കണ്ണിലിട്ടിച്ചു. പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ 1000 വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് കണ്ടതെന്താണ്? ആ മുല്ലപ്പന്തലിൽ 1000 വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. അപ്പോൾ വെള്ളി നക്ഷത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരിമുല്ലയുടെ കണ്ണിലിട്ടിച്ചില്ലേ, അതാണ് പിന്നീട് മുല്ലപ്പൂക്കളായി മാറിയത് എന്നാണ് പറയുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. സുന്ദരിമുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എന്തുകൊണ്ട്? അഹങ്കാരിയാണ് സുന്ദരിമുല്ല. എന്നാലും അവൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ കൂട്ടുകാരെല്ലാം സഹായിക്കാനായിട്ട് എത്തി. കൂട്ടുകാർ എന്തിനാ വന്നത്? സഹായിക്കാൻ വേണ്ടി എത്തി. ചെങ്കണ്ണ് പിടിപെട്ട സുന്ദരിമുല്ലക്ക് മരുന്ന് വാങ്ങാൻ ചെമ്പരത്തി വൈദ്യരുടെ അടുത്ത് ചെന്നത് കുഞ്ഞിപ്പൂമ്പാറ്റയാണ്. ഈച്ച ഭാഗവതരും തേൻവണ്ടും കുറുമ്പി തേനീച്ചയും കൂടെ പോയി. സുഹൃത്തിന് ആപത്ത് വന്നപ്പോൾ എല്ലാവരും
ഒത്തൊരുമിച്ച് സഹായിക്കാൻ തയ്യാറായത് എനിക്കിഷ്ടമായി. ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ? പറയൂ. എൻ്റെ ക്ലാസ്സിൽ ആരോടും മിണ്ടാത്ത ഒരു കുട്ടിയുണ്ട്. ഞങ്ങൾ എന്തു ചോദിച്ചാലും അവൻ മറുപടി പറയില്ല, കളിക്കാനും വരില്ല. ഒരു ദിവസം അവന് പല്ലുവേദന വന്നു കരയാൻ തുടങ്ങി. ഞാൻ ടീച്ചറുടെ അടുത്ത് പോയി കിരണിന് പല്ലുവേദനയാണെന്ന് പറഞ്ഞു. ടീച്ചർ അവന് കറയാമ്പ് കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ എൻ്റെ വെള്ളം അവന് കുടിക്കാൻ കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കളിക്കുന്നത്. അവൻ എല്ലാവരോടും മിണ്ടാൻ തുടങ്ങി. അടുത്ത ചോദ്യം, നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ. ഞാൻ ഒരു ദിവസം ഉപ്പയോടൊപ്പം സ്കൂളിൽ പോകാൻ ഓട്ടോറിക്ഷ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ റോഡിലൂടെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ചേട്ടൻ വരുന്നത് കണ്ടു. ആ ചേട്ടന് റോഡ് മുറിച്ച് കിടക്കണമായിരുന്നു. ധാരാളം വാഹനങ്ങൾ ഓടുന്ന റോഡാണ്. ഞാനും ഉപ്പയും കൂടെ ആ ചേട്ടനെ റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് ആക്കി കൊടുത്തു. ഇതുപോലെ കൂട്ടുകാർക്കും നിരവധി അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം കേട്ടോ. വമ്പത്തി ചെമ്പകം, സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത്. ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ വമ്പത്തി ചെമ്പകം എന്ന് വെച്ചാൽ പൊങ്ങച്ചക്കാരിയായ ചെമ്പകം. എപ്പോഴും സെൻറ്റ് പൂശിക്കൊണ്ടാണ്, സുഗന്ധം പരത്തിയാണ് അവൾ നിൽക്കുന്നത്. സുന്ദരി മുല്ല, മുല്ലപ്പൂവിൻ്റെ സൗന്ദര്യവും വെണ്മയും. ചെമ്പരുത്തി വൈദ്യർ, ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ചെമ്പരുത്തി. കുറുമ്പി തേനീച്ച, തേനീച്ചയുടെ അടുത്ത് ചെന്നാൽ എല്ലാവരെയും അത് കുത്തും. ഈച്ച ഭാഗതർ, മൂളിപ്പാട്ടും പാടിയാണ് ഈച്ചയുടെ നടപ്പ്. പൊന്നമ്പിളി, അമ്പിളി മാമന് സ്വർണത്തിൻ്റെ നിറമാണ്. സുന്ദരി മുല്ല ചെങ്കണ്ണ് വന്ന ദിവസം ഒരു ഡയറി എഴുതുന്നു. ആ ഡയറിയുടെ ഒരു മാതൃക തരാം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ കണ്ണിൽ ഒരു ചൊറിച്ചിൽ, ചെറിയ ചുവപ്പുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ കുഞ്ഞി പൂമ്പാറ്റ എൻ്റെ അടുത്ത് വന്നത്. കണ്ണിൻ്റെ ചുവപ്പ് കണ്ട് അവൻ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടി. ഇത് കണ്ട് ഈച്ച ഭാഗവതരും കുറുമ്പി തേനീച്ചയും തേൻ വണ്ടും കൂടെ കൂടി. അവർ മരുന്ന് കൊണ്ടുവന്ന് തന്നു. എനിക്ക് വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടു. ഞാനൊരു അഹങ്കാരിയാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. എന്നാലും എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്നെ സഹായിച്ചു. നമ്മൾ പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണല്ലേ പഠിച്ചത്. കഥയുടെ പേരെന്തായിരുന്നു? മരുന്ന്. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഈ പാട്ട് താളമിട്ട് പാടണം കേട്ടോ. അപ്പോൾ ഈ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ: മണ്ണ്, മരം, മരക്കൊമ്പ്, ഇല, പൂവ്, കായ്, കനി, കിളി, ഞാൻ. അപ്പോൾ നമുക്ക് ചുറ്റും ധാരാളം കാര്യങ്ങളുണ്ടല്ലേ. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. ഈ ആശയമാണ് ഈ നാടൻ പാട്ടിൽ അവതരിപ്പിക്കുന്നത്. മണ്ണിനെ ആശ്രയിച്ചാണ് മരം നിൽക്കുന്നത്. മരത്തിൻ്റെ വേരുകളെ പിടിച്ചു നിർത്തുന്നത് മണ്ണാണ്. മരത്തെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ ആശ്രയിച്ച് ഇലയും നിൽക്കുന്നു. പൂവിലാണ് കായ ഉണ്ടാകുന്നത്. കായാണ് കനിയായി അല്ലെങ്കിൽ പഴമായിട്ട് മാറുന്നത്. കിളികളുടെ ഭക്ഷണമാണ് കായ്കൾ. കിളികൾ കായ്കൾ കൊത്തി ദൂരെ കൊണ്ടുചെന്ന് ഇട്ട് വിത്ത് മുളപ്പിക്കുന്നു. മണ്ണിന് വളവും വെള്ളവും നൽകുന്നത് മനുഷ്യരാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാനാവുകയില്ല. പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താനാവുമെന്ന് നോക്കിയാലോ? കൂട്ടുകാർ ഈ പാട്ട് പാടി നോക്കണം കേട്ടോ. മണ്ണേ നമ്പിയിലേലോ പുല്ലിരിക്ക് തരികന്താരോ, പുല്ലേ നമ്പിയിലേലോ പുൽച്ചടി ഇരിക്ക് തരികന്താരോ, പുൽച്ചടിയെ നമ്പിയിലേലോ തവളെ ഇരിക്ക് തരികന്താരോ, തവളെ നമ്പിയിലേലോ പാമ്പിരിക്ക് തരികന്താരോ, പാമ്പേ നമ്പിയിലേലോ പരുന്തിരിക്ക് തരികന്താരോ. നിങ്ങൾക്ക് നാടൻ പാട്ട് ഇഷ്ടമായോ? ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ വേറെയും കണ്ടെത്തി താളമിട്ട് പാടണം കേട്ടോ.
നിങ്ങളുടെ നാടൻ പാട്ട് പുസ്തകത്തിൽ ഈ പാട്ടുകളൊക്കെ എഴുതി വെക്കുകയും ചെയ്യണം കേട്ടോ. മറന്നു പോകരുത് എല്ലാവരും. മണ്ണൻ നമ്പി എന്ന നാടൻ പാട്ട് ആഹിലും കൂട്ടുകാരും ചേർന്ന് പാടുന്നതെന്ന് കേട്ടാലോ? നിങ്ങളും അത് ഏറ്റു പാടണം കേട്ടോ. മണ്ണേ നമ്പി മരമിരിപ്പൂ താരികം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ, ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ, പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോ, കായെ നമ്പി കനിയിരിപ്പൂ താരികം താരോ, കനിയെ നമ്പി കിളിയിരിപ്പൂ താരികം താരോ, കിളിയെ നമ്പി ഞാനിരിപ്പൂ താരികം താരോ, എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ, മണ്ണെ നമ്പി മരമിരിപ്പൂ താരികം താരോ. നാടൻ പാട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റ് വിടാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.